വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിന്റെ വാർഷിക പരീക്ഷയുടെ അതായത് ആനുവൽ എക്സാമിന്റെ സാമൂഹ്യശാസ്ത്ര സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് പ്രവർത്തനം 1. ഇവിടെ വിവിധ തരം തൊഴിലുകൾ തന്നിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യൻ നോക്കൂ, എന്താണ്? തൊഴിലുകളിൽ നിന്ന് മാത്രമാണോ കുടുംബത്തിന് വരുമാനം ഉണ്ടാകുന്നത്? നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായി ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൊഴിലുകളിൽ നിന്ന് മാത്രമാണോ കുടുംബത്തിന് വരുമാനം ഉണ്ടാവുന്നത്? അല്ല, അല്ലേ? തൊഴിലുകളിൽ നിന്ന് മാത്രമല്ല കുടുംബത്തിന് എന്തുണ്ടാവുന്നത്? വരുമാനം ഉണ്ടാകുന്നത്. പിന്നെ ഏതൊക്കെ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കി കുറിപ്പ് തയ്യാറാക്കാനാണ്. എങ്ങനെയാണ്? ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ആസ്തികള്, കൃഷി, കമ്മീഷൻ, ലാഭം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തുണ്ട്? ഈ വരുമാനം കിട്ടുന്നതാണ് അല്ലേ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കി അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതിൽ നിന്നൊക്കെ നമുക്ക് ഈ തൊഴിലുകളിൽ നിന്ന് മാത്രമല്ലാതെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്നുണ്ട്, ഓഹരി നിക്ഷേപത്തിൽ നിന്നുണ്ട്, ആസ്തികൾ ഉണ്ടാക്കുന്നതിൽ നിന്നുണ്ട്, കൃഷിയിൽ നിന്നുണ്ട്, കമ്മീഷനിൽ നിന്ന് ലാഭം, ഇതിലൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വരുമാനം ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ കൂടി ചേർത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ, സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരം സാമ്പത്തിക അസമത്വത്തിന്റെ കാരണങ്ങൾ പട്ടികപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരം സാമ്പത്തിക അസമത്വത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന് എന്താണ്? നമ്മുടെ തൊഴിലിലും വരുമാനത്തിലുമുള്ള വ്യത്യാസം. തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം അല്ലേ. അസമത്വം അതായത് സമത്വമില്ലായ്മ. പിന്നെ എന്താണ്? നമ്മളുടെ വിഭവങ്ങളുടെ വിതരണത്തിലെ അസമത്വം. വിഭവങ്ങളുടെ വിതരണത്തിലെ അസമത്വം. അപ്പോ ഇതൊക്കെ കാരണമാണ് എന്ത്? സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരം സാമ്പത്തിക അസമത്വത്തിന്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന് തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം, വിഭവങ്ങളുടെ വിതരണത്തിലെ അസമത്വം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 2. ഗ്രഹങ്ങളും അവയുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചൊവ്വ തന്നിട്ടുണ്ട്. ചൊവ്വയുടെ സവിശേഷത എഴുതുക. ഏറ്റവും അനുയോജ്യമായ ഏതെങ്കിലും ഒരു സവിശേഷത എഴുതിയാൽ മതി. ചുവന്ന ഗ്രഹമാണ് എന്തെന്ന് പറയുന്നത്? ചൊവ്വ എന്ന് പറയുന്നത്. രണ്ടാമത്തെ, വലുപ്പത്തിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്നത് ഏതാണ്? ശനി അല്ലേ. ഇനി യുറാനസിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും തണുപ്പുള്ള ഗ്രഹം. ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ് എന്തെന്ന് പറയുന്നത്? യുറാനസ്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം. ഇനി ഡി, പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അതേതാണ്? ശുക്രൻ. ഏതാണ് മക്കളെ? ശുക്രൻ. ബി ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? സൂര്യൻ ഒരു നക്ഷത്രമാണ്. എല്ലാ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങളുണ്ട്. ഗ്രഹങ്ങൾ സ്വയം പ്രകാശിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. ഏതാണ് ഇതിൽ ശരിയായ പ്രസ്താവന? സൂര്യൻ ഒരു നക്ഷത്രമാണ് അല്ലേ. സൺ ഈസ് എ സ്റ്റാർ. പഠിച്ചതാണ് നമ്മൾ അല്ലേ. ഇനി പ്രവർത്തനം 3 നോക്കൂ. ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളെ തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭ്രമണം, പരിക്രമണം. അപ്പൊ ഭ്രമണം എന്ന് എഴുതിയിട്ട് ഭ്രമണത്തിന്റെ കാര്യങ്ങൾ ഏതൊക്കെയാണ് വരുന്നത് അത് മാത്രം എഴുതുക. പരിക്രമണത്തിന്റെ ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പോ ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ എന്താണ്? ക്വസ്റ്റ്യൻ നോക്കൂ. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. 365 ദിവസം കൊണ്ട് ഒരു കറക്കം പൂർത്തിയാക്കുന്നു. ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നു. ഒരു നിശ്ചിത സഞ്ചാര പഥത്തിലൂടെ സൂര്യനെ ചുറ്റുന്നു. ഒരു കറക്കം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് എടുക്കുന്നു. സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി അനുഭവപ്പെടുന്നു. അപ്പൊ ഇതിനകത്ത് ഏതാണ്? നോക്കൂ, സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി അനുഭവപ്പെടുന്നു. അതേതാണ്? ഭ്രമണം, റൊട്ടേഷൻ ആണ് അല്ലേ. ഭ്രമണം. ഇനി അടുത്തത് വേറെ ഏതാണ് ഭ്രമണവുമായി ബന്ധപ്പെട്ട്?
ഒരു കറക്കം പൂർത്തിയാക്കാൻ എത്ര വേണം? ഒരു കറക്കം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 54 മിനിറ്റ് 4 സെക്കൻഡ് എടുക്കുന്നു. അതും ഏതുമായി ബന്ധപ്പെട്ടാണ്? ഭ്രമണം. അപ്പൊ ഭ്രമണം എന്ന് എഴുതി അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് എഴുതിയിട്ട് ഈ 2 പോയിന്റ്സ് എഴുതുക. ഇനി അടുത്തത് പരിക്രമണം, റെവല്യൂഷൻ അല്ലേ? റൊട്ടേഷനും റെവല്യൂഷനും. റെവല്യൂഷനിൽ ഏതാ വരുന്നത്? പരിക്രമണത്തിൽ ഏതാ വരുന്നത്? 365 ദിവസം കൊണ്ട് ഒരു കറക്കം പൂർത്തിയാക്കുന്നു. അതേതാണ്? പരിക്രമണം. പരിക്രമണം. ഇനി ഒരു നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റുന്നു. അതേതാണ്? അതും എന്താണ്? പരിക്രമണമാണ്. പരിക്രമണം. അപ്പോൾ ഭ്രമണവും പരിക്രമണവും എന്താണ്? അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ രണ്ടും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. അത് നമുക്ക് ഭ്രമണത്തിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് എഴുതാതിരുന്നത്. ഇനി പരിക്രമണത്തിന്റെ എന്താണ്? ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നു. ഇതെന്താണ്? പരിക്രമണമാണ്, മറ്റത് ഭ്രമണമാണ്. അത് ഓൾറെഡി തന്നേക്കണോണ്ട് മറ്റു 2 പോയിന്റ്സ് എടുത്ത് എഴുതുക. ഇനി അമേരിക്കയിലെ ന്യൂയോർക്കിൽ പകൽ സമയം നടക്കുന്ന കോപ്പ അമേരിക്ക മത്സരത്തിന്റെ തത്സമയ സംരക്ഷണം കേരളത്തിൽ താമസിക്കുന്ന കുട്ടി രാത്രിയാണ് കാണുന്നത്. ഇതിന് കാരണം ഭൂമിയുടെ ഏത് ചലനമാണ്? ഏത് ചലനമാണ്? റൊട്ടേഷൻ ആണോ റെവല്യൂഷൻ ആണോ? അതായത് ഭ്രമണമാണോ പരിക്രമണമാണോ? ഏതാണ്? ഭ്രമണം. റൊട്ടേഷൻ അല്ലെ? ഭ്രമണം ആണ്. ഇനി പ്രവർത്തനം 4 നോക്കാം. സമൂഹത്തിന്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഡയഗ്രാം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി എഴുതപ്പെടാത്തവ നിയമനിർമ്മാണ സഭകൾ വഴി രൂപപ്പെടുന്നവ. അപ്പൊ എന്താണ് കൃത്യമായി എഴുതപ്പെടാത്തവ? എന്തായിരിക്കും? സാമൂഹിക വഴക്കങ്ങൾ കൂടി രൂപപ്പെടുത്തുന്ന നിയമങ്ങളാണ് അല്ലേ? കൃത്യമായി എഴുതപ്പെടാത്തവ എന്താണ്? സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുത്തുന്നവ നിയമങ്ങളാണ് അല്ലേ? അപ്പോൾ സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുത്തുന്നതാണ് കൃത്യമായി എഴുതപ്പെടാത്തവ. ഇനി നിയമനിർമ്മാണ സഭകൾ വഴി രൂപപ്പെടുന്നതോ? വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങളാണ് അല്ലേ? വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ. ഇത് 2 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി. സ്കൂളിന്റെ സുഗമമായ പ്രവർത്തനത്തിന് കുട്ടികൾ പാലിക്കേണ്ട ഏതെങ്കിലും 2 വ്യവസ്ഥകൾ, മാർഗനിർദ്ദേശങ്ങൾ എഴുതുക എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്കൂളിന്റെ സുഗമമായ പ്രവർത്തനത്തിന് കുട്ടികൾ പാലിക്കേണ്ട പ്രസക്തമായ ഏതെങ്കിലും 2 വ്യവസ്ഥകൾ എഴുതുകയാണ് വേണ്ടത്. എന്തൊക്കെ 2 വ്യവസ്ഥകൾ? സ്കൂളിൽ പറയുന്ന നിയമങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. അത് എന്താണ്? ഇപ്പോൾ പ്ലാസ്റ്റിക് ബാസ്ക്കറ്റിൽ മാത്രമേ ഇടാവുള്ളൂ, അസംബ്ലി കൃത്യസമയത്തിന് എത്തണം എന്നൊക്കെ പറയാറില്ലേ? എന്നപോലെ അപ്പോൾ സ്കൂളിൻ്റെ സുഗമമായ പ്രവർത്തനം കുട്ടികൾ പാലിക്കേണ്ട ഏതെങ്കിലും 2 വ്യവസ്ഥകൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ, കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട നിയമം ഏത്? കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട പേരിൽ തന്നെ ഉണ്ട് അല്ലേ? എന്താണ്? ബാലാവകാശ നിയമമാണ്. ഇനി പ്രവർത്തനം 5 നോക്കൂ. ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ആയിരങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 16-നാണ്. എന്നാണ്? ഒക്ടോബർ 16-ന്. ആണ് കറക്റ്റ് ആൻസർ. ബി. ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാകാനുള്ള കാരണങ്ങൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തൊക്കെ ആശയങ്ങൾ അതിൽ വേണം?
ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ്? ഒന്ന് നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെ യുദ്ധം, തൊഴിലില്ലായ്മ, പിന്നെ സമ്പത്തിന്റെ വിതരണത്തിലുള്ളത് അല്ലേ? പലർക്കും പല തരത്തിലുള്ള സമ്പത്തായിരിക്കും ഉള്ളത്. അപ്പൊ സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വം, അപ്പൊ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു കുറിപ്പ് പോലെ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ അതിനകത്ത് വേണം? കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ദാരിദ്ര്യക്കും പട്ടണത്തിനും കാരണമാണ് അല്ലേ? പ്രളയം, മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ എന്താണ്? നമുക്ക് ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം ഉണ്ടായാൽ അവിടെ പിന്നെ ആ യുദ്ധം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് എന്ത്? ദാരിദ്ര്യവും പട്ടിണിയും. പിന്നെ തൊഴിലില്ലായ്മ, പിന്നെ സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വം. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? കുറിപ്പ് തയ്യാറാക്കേണ്ടത്. സി, ലോക ഭക്ഷ്യദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നടത്തുന്ന റാലിക്ക് ആവശ്യമായ പ്ലക്കാർഡുകൾ തയ്യാറാക്കുക. അപ്പൊ പ്ലക്കാർഡുകൾ തയ്യാറാക്കുമ്പോൾ ഒന്ന് എങ്ങനെ നിങ്ങൾ തയ്യാറാക്കണം? ഭക്ഷണത്തിന്റെ പ്രാധാന്യം, ഭക്ഷണം അമൂല്യമാണ്, പാഴാക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യാൻ? പ്ലക്കാർഡ് തയ്യാറാക്കാൻ. ഭക്ഷണം അമൂല്യമാണ്, പാഴാക്കരുത്. നിങ്ങൾക്കറിയാവുന്ന രണ്ട് പാഴാക്കരുത് നിങ്ങൾക്കറിയാവുന്ന രണ്ട് എന്തെങ്കിലും എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ പ്ലക്കാർഡുകൾ ഉണ്ടാക്കാം. പിന്നെ ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം. ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം കേട്ടോ. ഭക്ഷണം വേസ്റ്റ് ആക്കരുത്, ഫുഡ് വേസ്റ്റ് ആക്കരുത്. അപ്പൊ എന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പ്ലക്കാർഡുകൾ തയ്യാറാക്കാം. ഇനി പ്രവർത്തനം 6 നോക്കാം. പ്രവർത്തനം 6 പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രവർത്തനം 6 നദികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ നദികളിൽ ഭൂരിഭാഗവും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകുന്നു. മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ ഭൂരിഭാഗം നദികളും ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. കേരളത്തിലെ നദികൾ എല്ലാ കാലത്തും നിറഞ്ഞൊഴുകുന്നവയാണ്. ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന ഏതാണെന്ന് വെച്ചിട്ട് അതാണ് എടുത്തെഴുതേണ്ടത്. ഏതാണ്? മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത്. ബി ആണ് ശരിയായ ഉത്തരം. ഇനി ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനും ശുദ്ധജല വിതരണത്തിനുമുള്ള സർക്കാർ പദ്ധതികളാണ് ചുവടെ തന്നിരിക്കുന്നത്. അവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ ഒഴുകട്ടെ, ഇതേതാണ്? ഹരിത കേരളം മിഷൻ. തെളിനീരൊഴുക്കും നവകേരളം, അതേതാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ജൽ ജീവൻ മിഷൻ, കേന്ദ്ര സർക്കാർ. ഇങ്ങനെ മാച്ച് ഫോളോയിങ് ചെയ്യുക. സി, ജലസ്രോതസ്സുകളുടെ മലിനീകരണം തടയാനുള്ള ഏതെങ്കിലും രണ്ട് നിർദ്ദേശങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് മലിനീകരണം തടയാനുള്ളത്? ഒന്ന്, നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യരുത്? പ്ലാസ്റ്റിക് മാത്രമല്ല, മാലിന്യങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യരുത്? നിക്ഷേപിക്കാതിരിക്കുക. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളിൽ എന്താണ്? നിക്ഷേപിക്കാതിരിക്കുക. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുക, ജലസ്രോതസ്സുകളിൽ നിക്ഷേപിക്കാതിരിക്കുക അല്ലേ? പിന്നെന്താണ്? അശാസ്ത്രീയ മത്സ്യബന്ധനം ഒഴിവാക്കുക അല്ലേ? അതായത് എന്തെങ്കിലും തോട്ടയൊക്കെ പൊട്ടിച്ച് നമ്മൾ മീൻ പിടിക്കുന്നില്ല, അപ്പം അത്തരം കാര്യങ്ങളൊക്കെ കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കുന്നതൊക്കെ അശാസ്ത്രീയമായ മത്സ്യബന്ധനം ഒഴിവാക്കുക. പിന്നെന്താണ്? നമ്മുടെ മറ്റുള്ള സ്ഥലത്തു നിന്നുള്ള ഫാക്ടറികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തു നിന്നുള്ള മലിനജലം ഒഴുക്കി വിടാതിരിക്കുക. ജലസ്രോതസ്സുകളിലേക്ക് വിടാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കൊടുക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ അല്ലേ? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുക, അശാസ്ത്രീയമായ മത്സ്യബന്ധനം ഒഴിവാക്കുക, മലിനജലം ഒഴുക്കി വിടാതിരിക്കുക. ഇനി പ്രവർത്തനം 7 നോക്കാം. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. കുട്ടികളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ക്ലാസ്സിൽ ഒരു ചുമർപത്രിക തയ്യാറാക്കുന്നതിന് ആവശ്യമായ പ്രധാന ആശയങ്ങൾ പട്ടികപ്പെടുത്താനാണ്. എന്താണ്? ഒന്ന്, എന്തൊക്കെ വേണം? കുട്ടികളുടെ അവകാശങ്ങളും അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എഴുതണം. പ്രധാന ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തും. അപ്പോൾ കുട്ടികളുടെ ആവശ്യം ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്?
കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കുട്ടികളുടെ അവകാശങ്ങൾ, പിന്നെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ഉൾപ്പെടുത്തിയാണ് എന്ത് ചെയ്യേണ്ടത്, അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അല്ലേ, ഇതൊക്കെ ഉൾപ്പെടുത്തി വേണം എന്ത് ചെയ്യാൻ നിങ്ങളുടെ കുട്ടികളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ക്ലാസ്സിൽ ആവശ്യമായ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ സംബന്ധിച്ചിട്ടുള്ളത് നമുക്ക് ബാലാവകാശ നിയമം, പിന്നെ അവരുടെ ബാലവേല ചെയ്യിക്കുന്നതിന് അങ്ങനെയുള്ള ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇനി ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 12. എന്നാണ്? ജൂൺ 12-നാണ് ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ സാമൂഹ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആൻസർ കീ ഉള്ളത്. മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ അഗെയിൻ. താങ്ക് യു.